ഹായ്, അപ്പോൾ നമുക്ക് ഇന്നൊരു മിനി വ്ലോഗ് നോക്കിയാലോ. ഇന്നലെ ഞങ്ങൾക്ക് ഇക്കൻ്റെ ഏട്ടൻ്റെ മോളുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കൊല്ലം എന്ന് പറഞ്ഞാൽ തെക്കൻ കൊല്ലമല്ല, നമ്മുടെ കൊയിലാണ്ടി കൊല്ലത്താണ്. അപ്പോൾ ഞങ്ങൾ ഇതാ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പ് വന്നതാണ്. ഇവിടെ വന്നതാ നമ്മൾ കണ്ടില്ല, നമ്മുടെ ടീംസിൻ്റെ കൂടെ ഒക്കെ ഒന്ന് ബീച്ചിലേക്ക് വരും. പിന്നെ അല്ലറ ചില്ലറ നമ്മുടെ തള്ളിമറിക്കലും കുറച്ച് ബടായി പൊട്ടിക്കലും കുറച്ചൊക്കെ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പിന്നെ അതാ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ഇതാ മിഠായി വാരിയൊക്കെ ചടങ്ങ് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മത്സരിച്ച് തന്നെ മിഠായി വെറുക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളുണ്ടെന്നോ അതുപോലെ കയ്യിൽ ഫോൺ ഉണ്ടെന്നോ ഒന്നും ആരും നോക്കുന്നില്ല, അതാ മത്സരിച്ച് വെറുക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരു ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടോ എന്താണ് ഫംഗ്ഷൻ എന്ന് മനസ്സിലായവരാണെങ്കിൽ ഒന്ന് ഗസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ സാധാരണയുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ ഫുഡടിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്നും പോകുന്ന പോലെ തന്നെ പാറപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് കയറാണെങ്കിൽ നമ്മൾ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹവും നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ സ്റ്റെപ്പ് കയറാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഹലാലായ കാര്യമാണെന്നുണ്ടെങ്കിൽ നടക്കുമെന്നുള്ളൊരു വിശ്വാസം കൂടി ഇവിടെ ഉണ്ട് കേട്ടോ. ചീരിഞ്ഞ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഓരോ കബറിങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മാമ്മൻ്റെ കബറിങ്ങളും പിന്നെ മൂത്താപ്പൻ്റെ കബറിങ്ങളും പിന്നെ ഇത്താത്തൻ്റെ അതായത് പെങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മൻ്റെ കബറിങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇതാ ഇന്നൂസ് വായിൽ നിറയെ കേക്കൊക്കെ കുത്തി തിരികിയിട്ട് അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഉറൂസിൻ്റെ ഭാഗമായിട്ട് പ്രഭാഷണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാറപ്പള്ളിയിൽ ഉറൂസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊല്ലത്ത് വന്നാലും നമ്മൾ എപ്പോഴും പാറപ്പള്ളി പോകാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ നമ്മൾ മിസ് ചെയ്യാറില്ല. നമ്മൾ ഫ്ലാഷൊക്കെ കുടിക്കാൻ പോകാറുണ്ട്. അപ്പോൾ അതാ ഇവർ രണ്ടാളും ഇടയ്ക്ക് ഇളവന് വന്നപ്പോൾ അവനങ്ങ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മളതായ ഓരോ കാട്ടിക്കൂട്ടലാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നാലും ചെറിയ കുട്ടികളുണ്ടെന്ന് പോലെ നമ്മൾ മറന്നു പോകും. നമ്മളും കുട്ടികളെ പോലെ കേട്ടോ. അങ്ങനെ ഒരാൾ ഇതാ വണ്ടിയും കൊണ്ട് വന്നിട്ട് നമ്മൾ ഓരോരുത്തരും ഓരോ ട്രിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ വണ്ടി ഫുള്ളായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നടക്കുന്നതല്ല ഒരു വൈബ്. സത്യത്തിൽ നമുക്കിവിടെ ഒരു റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കുട്ടികളെന്നോ മക്കളെന്നോ മരുമക്കളെന്നോ ഉള്ള വേർതിരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഓക്കേടാ, പിന്നെ കാണാം, ബൈ.